ആൻസർക്ക് 24. ദുറൂസലൊക്കെ ചോദ്യം 1. മുസ്ലിമിൻ്റെ പാപങ്ങൾ പ്രായശ്ചിത്തമാണെന്ത്? മനപ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പാപങ്ങൾ പൊറുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു. റിപ്പീറ്റ് റബിയ റളിയല്ലാഹു അൻഹു. ഇമാം ഹജർ റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ഭരണം നടത്തും. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. 7 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് മഴ വേണമെന്ന് അപേക്ഷിച്ചു. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ബിലാൽ ഇബ്നു ഹാരിസ് രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി മന്ത്രിക്കുമായിരുന്നു. മുഅവ്വിദ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ബദർ ശുഹദാക്കളെ ആദരിക്കൽ ഇബാദത്ത്. അത് റിപ്പീറ്റഡ് ആണ്, ഒരു മോഡൽ അല്ലേ? അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക അള്ളാഹുക്കുള്ള ഇബാദത്ത്. അതിൽ പെട്ടു. അള്ളാഹു തആല മിയാസിലൂടെ നശിപ്പിക്കും. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം ദാബത്തുൽ അർദ്. ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. ആര്? ദജ്ജാൽ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയിൽ നീതി നിറക്കും. ഇമാം മഹദി. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഹജറത്തു ഷരീഫിൽ മറമാടും. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഈസാ നബി അലൈഹിസ്സലാമിന് മനുഷ്യർ തിന്മ തിരഞ്ഞെടുത്താൽ എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും അല്ലേ? മാതാപിതാക്കളെ അനുസരിക്കൽ ആർക്കുള്ള ഇബാദത്താണ്? അല്ലാഹു തആലാക്കുള്ള. ഇതും റിപ്പീറ്റാണ്. ബഹുദൈവ ആരാധകർ അല്ലാഹു തആലാക്ക് അല്ലാഹു തആലാക്ക് എന്ത് നിശ്ചയിച്ചു? പങ്കുകാരെ നിശ്ചയിച്ചു അല്ലേ? അതും റിപ്പീറ്റാണ്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ വായിച്ചല്ലോ. 5-ാമത്തെ ദിവസം. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഡാഷ് മാത്രമേ ഭൂമിയിൽ ബാക്കിയാവൂ? ദുർജനങ്ങൾ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. അല്ലാഹു തആല ഒരു ജനതയെ ഡാഷ് അവർ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. അല്ലാഹു തആല നിന്ദിച്ചതിനെ ഡാഷ് ചെയ്യൽ കുറ്റകരമാണ്. ആദരിക്കൽ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. എത്രയല്ലേ? ദജ്ജാൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഏതാണ്? എന്താണ്? ബാബുൽ ലുദ്ദിലെ. അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം ഏതാണ്? യമൻ. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏതാണ്? പരലോകം. കുട്ടികളുടെ കഴുത്തിൽ ഏലസെയ്തി കിട്ടിയ മഹാന്റെ പേരെന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അംർ. ആ 2 പാഠമൊന്ന് നല്ലോണം വായിക്കണം. അതിൽ കുറച്ച് ആൾക്കാരുടെ പേര് നല്ലോണം പഠിക്കണം. മയക്ക് വേണ്ടി ചോദിച്ച ആള്, ഏലസ് കെട്ടിയ ആള്, ആ മന്ത്രം അല്ലേ? നബി തങ്ങൾ ആ മന്ത്രിച്ച ദിക്ർ ഒക്കെ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ സൂക്ഷിച്ച് അസ്മാ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആസിഫിന് ബർഹിയ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചു. എവിടെ? ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചു. ഇസ്തിഹാദയെക്കുറിച്ച് താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹു തആലയ്ക്ക് തവസ്സുൽ ഇസ്തിഹാദ തശഫ്ഫു നടത്തും. അതൊരു നല്ലൊരു കാര്യമാണ്. ഓക്കെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കൾക്ക് എന്തു ചൊല്ലിയാണ് മന്ത്രിച്ചിരുന്നത്? ഔദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ മിൻ കുല്ലി ഐനിൻ ലാമ. എന്തായാലും വരും കേട്ടോ, കാണാതെ പഠിച്ചു പോയിക്കോളി. ഇബ്ലീസിനെ അല്ലാഹു തആല ശപിക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹു ആദരിച്ച ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാത്തത് കൊണ്ടാണ്. ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകി. എന്ത്? ഇവിടെ മനുഷ്യവാസം അല്ലെ? മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് അവസാനിക്കും, ലോകം ഇല്ലാതാക്കുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്തത് അന്ത്യനാളടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. ഉറപ്പാണ് വരും കേട്ടോ. വ്യഭിചാരം വർദ്ധിക്കും, പലിശ കൂടും, കള്ളുകുടി കൂടും, പെണ്ണുങ്ങളുടെ എണ്ണം കൂടും, കൊലപാതകം കൂടും, മാതാപിതാക്കളെ ആക്രമിക്കുന്നത് കൂടും. ഓക്കെ. അടുത്തത് ഈസാ നബി അലൈഹി സ്വലാം എവിടെയാണ് ഇറങ്ങുക? ഡമസ്കസിലെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരത്തിന്റെ അടുത്താണ് ഇറങ്ങുക. കാല് മുറിച്ചപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? 4 അവയവങ്ങളെ കൈകാലുകളായിട്ട് അല്ലാഹു തആല എനിക്ക് കൈകാലുകളായിട്ട് 4 അവയവങ്ങൾ തന്നിട്ടുണ്ട്, 3 ഇപ്പോഴും ബാക്കിയുണ്ട് അല്ലേ? പരലോകത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം? കുറിപ്പ് ചെയ്ത് അല്ലേ? എല്ലാവർക്കും ഇവിടെ ദുന്യാവിൽ പരലോകത്തെ കുറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇത് അല്ലേ? പരലോകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി നടപ്പാക്കുന്ന ലോകമാണ്. കുറ്റവാളികൾക്കൊക്കെ അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്തവർ സ്വർഗത്ത് പോകും, ചീത്ത വരുന്ന നരകത്ത് പോകും. അവിടെ നിന്നുണ്ട് സിറാത്ത് പാലുണ്ട്, ഔദുൽ കൗസർ. ഇഷ്ടമുള്ള ഇതാട്ടോ മന്ത്രിക്കുന്നതിൻ്റെ വിധി അല്ലേ? ആന്തരികമായ ഖൈറിൽപ്പെട്ടതാണ്. എല്ലാ രോഗങ്ങൾക്കും വരുന്നുണ്ട്. ഒക്കെ അള്ളാഹു ഉണ്ടാക്കിയത് ഇഷ്ടമുള്ളത്. നബി തങ്ങൾ മന്ത്രിച്ച ദിക്റുകൾ ആയിഷ നേരത്തെ പറഞ്ഞില്ലേ?
ആ മന്ത്രിച്ച ദിക്കറുകളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഓക്കെ.